എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ബിഹേവിയറാണ് നാർസിസ്റ്റിൻ്റെ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച്. ഇന്നലെ വരെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്ത നാർസിസ്റ്റ് പെട്ടെന്നൊരു ദിവസം ഭയങ്കര നൈസായിട്ടും ഭയങ്കര കൈൻഡായിട്ടുമൊക്കെ പെരുമാറുന്നു. ഈ ഒരു മാറ്റം കണ്ട് അന്തം വിട്ട് നിന്നിട്ടുള്ള പലരും ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച്? ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണോ എന്നതിനെക്കുറിച്ച്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ആർക്ക് വേണമെങ്കിലും ടെമ്പററി ആയിട്ട് കൈൻഡായിട്ടും നൈസായിട്ടും ബിഹേവ് ചെയ്യാൻ സാധിക്കും. വളരെ റൂഡായിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിലും നല്ല ഒരാളായിട്ട് അഭിനയിക്കാൻ പറ്റും. വലിയ ഒരു കൊലപാതകിക്ക് വേണമെങ്കിലും സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ മാന്യനായിട്ടുള്ള ഒരാളായിട്ട് ജീവിക്കാൻ പറ്റും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വളരെ ടെമ്പററി ആയിട്ട് കുറച്ച് സമയത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നൈസായിട്ടും ബിഹേവ് ചെയ്യാം. അപ്പോൾ ബീങ് നൈസും ചേഞ്ചും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഇന്നലെ വരെ സ്നേഹിക്കാത്ത ഒരാൾ, ഇന്നലെ വരെ നിങ്ങളെ കേൾക്കാത്ത ഒരാൾ, മനസ്സിലാക്കാത്ത ഒരാൾ, നിങ്ങളുടെ ഒരു കാര്യത്തിലും കൂടെ നിൽക്കാത്ത ഒരാൾ, നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഇന്ന് എന്തുകൊണ്ട് നൈസായിട്ട് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുന്നു? വൈ? എന്നിട്ട് നിങ്ങൾ കേൾക്കേണ്ട കാര്യം, നിങ്ങൾ അയാളിൽ നിന്ന് അകന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ മേലുള്ള ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ വലിയ ഒരു നേട്ടം കൈവരിക്കുമ്പോഴോ ഒരാൾക്ക് നിങ്ങളോട് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കും. അവിടെ അയാൾക്ക് ഒരു ആവശ്യമുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ആവശ്യം. നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം കിട്ടണം, നേടിയെടുക്കണം എന്നുള്ള ഒരു ആവശ്യം, നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ആവശ്യം. അപ്പോൾ ആ ആവശ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണോ ഇയാൾ നല്ല രീതിയിൽ ഒരു നല്ലവനായ ഉണ്ണി ചമഞ്ഞ് നടക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. കാരണം ഒരു നാർസിസിസ്റ്റ് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് കൂടുതലും അയാളുടെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴാണ്. ലോസ് ഓഫ് കൺട്രോളാണ് ഇവരുടെ കൈൻഡ്നെസ്സിനുള്ള ഏറ്റവും വലിയ ഒരു കാരണം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കണം, നിങ്ങൾ കരഞ്ഞപ്പോൾ അയാൾ കനിവ് കാണിച്ചിട്ടില്ല, നിങ്ങൾ അയാളുടെ കാല് പിടിച്ച് കാണും, അയാൾ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. നിങ്ങൾ എല്ലാ രീതിയിലും ഇമോഷണലി എങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ, ഫിസിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇതെല്ലാം ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. അന്ന് ഒന്നും സാധിക്കാത്ത ഒരു ദയ അല്ലെങ്കിൽ ഒരു സ്നേഹം ഇന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം എന്തിനായിരിക്കും എന്നുള്ളത്. ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കാരണം, ഒരു നാർസിസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഏതൊരു വ്യക്തിയെയും ഈ നാർസിസ്റ്റ് തിരിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഹൂവറിങ് എന്ന ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഈ ഹൂവറിങ് ടാക്ടിക്സിൽ ഇതുവരെ കാണാത്ത പലതും നിങ്ങൾ കാണേണ്ടി വരും. ഞാൻ മാറി, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല, അന്നങ്ങനെ സംഭവിച്ചു പോയി, നീ പറയുന്ന പോലെ ഞാൻ ജീവിക്കും, നിനക്ക് വേണ്ടതെല്ലാം തരും, ഇങ്ങനെ എല്ലാം നിങ്ങളെ അയാളിലേക്ക് അടുപ്പിക്കാൻ എന്തൊക്കെ പറയാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു ഹോപ്പല്ല ഉണ്ടാക്കിയെടുക്കേണ്ടത്, പകരം ഇവിടെ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇവർ ഈ പറയുന്ന ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങൾക്കിടയിൽ നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു പാറ്റേൺ ആയിരുന്നു, ഇതിൻ്റെ മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അയാൾ മോശമായിട്ട് പെരുമാറുന്നു, എത്ര പറ്റുന്നു അത്രയും നിങ്ങളെ വേദനിപ്പിക്കുന്നു, നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു,
ഇതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേണിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഇതില്ലാതെ ഇയാൾ തരുന്ന വാഗ്ദാനങ്ങൾ ഒരു ഹോപ്പായിട്ട് ഉള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അതേ പാറ്റേണിലേക്ക് തിരിച്ച് ചാടുകയാണ് ചെയ്യുന്നത്. ഇത് ഓർത്ത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ അയാളുടെ ഈ ഒരു ഹൂവറിങ് അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും തിരിച്ചയാളുടെ കെണിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ ഒരു അഭിനയത്തിൽ കാണേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഈ പാറ്റേൺ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നായിരിക്കും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ വർഷങ്ങളോളം നിങ്ങളെ ടോർച്ചർ ചെയ്ത ഒരാൾ, അവിടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ട്. ആ വർഷങ്ങളും ഒരു ആഴ്ച നല്ല ഒരാളായിട്ട് നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വർഷങ്ങളോളം നിങ്ങളോട് കാണിച്ച ആ ഒരു സ്വഭാവം, അതാണ് റിയാലിറ്റി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും പിറകിലോട്ട് പോയി ചിന്തിക്കേണ്ടതും. ഇതാണ് ഈ ഒരു പാറ്റേണിന് ഇത്രയും അധികം ഇമ്പോർട്ടൻസ് ഈ ഒരു നാർസിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഉള്ളത്. നാർസിസ്റ്റ് എപ്പോഴും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി ഈ ഒരു നാർസിസ്റ്റ് ശരിക്കും ചേഞ്ചായോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? അങ്ങനെ ഒരു ചിന്തയിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ഈ ഒരു പാറ്റേൺ തന്നെയാണ് അവിടെയും നോക്കേണ്ടത്. അല്ലാതെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായി, നിങ്ങൾക്കിടയിൽ കുറച്ച് നല്ല സമയം ആ ഒരു കൈൻഡ്നെസ് ഒക്കെ അഭിനയിച്ച് കാണിക്കുന്ന സമയത്ത് ഉണ്ടായെങ്കിൽ അതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ആകെ ഒരു 2-3 ദിവസത്തെ നല്ല സ്വഭാവത്തിൽ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസത്തെ പാറ്റേൺസ് എടുത്ത് നോക്കുക. ഇയാൾ എത്ര ദിവസം നല്ല രീതിയിൽ പെരുമാറി, എത്ര ദിവസത്തിന് ശേഷം വീണ്ടും അടുത്ത ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം വന്നപ്പോൾ ഇവർ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടോ, ഇവർ ചെയ്ത തെറ്റ് ഇവർ ഏറ്റു പറഞ്ഞ് ഒരു ക്ഷമ ചോദിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കുന്നുണ്ടോ, അതോ എല്ലാ തെറ്റും വീണ്ടും നിങ്ങളുടെ തലയിലേക്ക് ഇട്ടുകൊണ്ട് എസ്കേപ്പ് അടിക്കുക തന്നെയാണോ ചെയ്യുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടും നിങ്ങളെ ഒരു മോശക്കാരിയായിട്ട് തമാശയിലൂടെയാണെങ്കിലും ചിത്രീകരിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെ ഈ ഒരു പാറ്റേൺസ് തന്നെ വീണ്ടും ആലോചിച്ച് കമ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇയാൾ ശരിക്കും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്നെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പകരം നിങ്ങളിൽ നിന്നൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാണിച്ചുകൂട്ടലാണെങ്കിൽ വളരെ കുറഞ്ഞ കാലയളവിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ കൂടുതലും ആ ഒരു ഹാപ്പി മൊമെന്റ്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഒരു സൈക്കിളിൽ നിങ്ങൾ പെട്ടുപോകും. പുറത്തു വരാൻ വീണ്ടും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. സോ ഇതുപോലെ വലിയൊരു ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങളെ കേൾക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ ഉൾക്കൊള്ളാനും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. എന്നാലേ അതൊരു റിലേഷൻഷിപ്പ് ആയി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു ജയിലിലാണ്, ഒരു ട്രോമ മാത്രം തിന്നുകൊണ്ട് ജീവിക്കുന്ന വലിയ ഒരു ജയിൽ. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എപ്പോഴും ഇതുപോലെ സഡൻ ആയിട്ടൊരു ടോക്സിക് പേഴ്സൺ നൈസായിട്ടും ഭയങ്കര കൈൻഡായിട്ടും ഒന്ന് ബിഹേവ് ചെയ്യുമ്പോൾ സ്വയം മനസ്സിൽ ചോദിക്കണം, ശരിക്കും ആ ഒരു പാറ്റേണിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന്, അയാളുടെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ മാറിയിട്ടുണ്ടോ എന്ന്. അങ്ങനൊരു ചോദ്യം സ്വയം ചോദിക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാനതൊരു നല്ല കണ്ടന്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.